BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കേന്ദ്രമന്ത്രിസഭയിലെ 2 ആഴ്ചയ്ക്കകം അഴിച്ചുപണി നടക്കുമെന്ന് സൂചന. 12ഓളം മന്ത്രിമാരുടെ വകുപ്പുകൾ മാറുമെന്നും 5 പേര് പുറത്താകുമെന്നുമാണ് റിപ്പോർട്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ മാറ്റിയേക്കുമെന്നും രാജ്യസഭാംഗം സി സദാനന്ദനെ പുതിയ മന്ത്രിയാക്കുമെന്നും അഭ്യൂഹമുണ്ട്. നീറ്റ് UG വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാനിടയുണ്ടെന്നും പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അടുത്ത വർഷം ഉത്തർപ്രദേശും മണിപ്പൂരും ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കേന്ദ്രം നിർണായകമായ നീക്കത്തിനൊരുങ്ങുന്നത്. 2029 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കമായും മന്ത്രിസഭാ പുനഃസംഘടനയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. 2 ക്യാബിനറ്റ് മന്ത്രിമാരും 3 സഹമന്ത്രിമാരും മന്ത്രിസഭയ്ക്ക് പുറത്താകുമെന്നാണ് വിവരം. ഇതിൽ പ്രധാനപ്പെട്ട ഒരാൾക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിന്റെ ചുമതല നൽകും. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയുടെ ചുമതലയാകും മുതിർന്ന നേതാവിന് നൽകുക. 2028 നടക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം തിരികെ പിടിക്കുക എന്നതാണ് ലക്ഷ്യം. കേരളത്തിൽ നിന്ന് നിലവിൽ 2 പേരാണ് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. ഇതിൽ സുരേഷ് ഗോപി തുടരുമെന്നാണ് സൂചന. ജോർജ് കുര്യൻ തുടരുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ജോർജ് കുര്യൻ. കാലാവധി അവസാനിക്കാനിരിക്കെ വീണ്ടും BJP പരിഗണിക്കുമോ എന്നും വ്യക്തതയില്ല. പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള യുവനേതാവ് അനൂപ് ആന്റണി മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ക്രൈസ്തവ സഭകളുമായുള്ള അടുത്ത ബന്ധവും അനൂപിന് അനുകൂല ഘടകമാണ്. എന്നാൽ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായ സി സദാനന്ദനാണ് കേരളത്തിൽ നിന്നും പരിഗണനയിലുള്ളവരുടെ മുൻനിരയിലെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. രാജ്യസഭയിലെ പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴായി പുകഴ്ത്തിയിട്ടുള്ള അംഗമാണ് സി സദാനന്ദൻ. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത് എത്തിയ അംഗമാണെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. 2025 ജൂലൈയിലാണ് സദാനന്ദൻ രാജ്യസഭയിലെത്തിയത്. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന നിലയിൽ സദാനന്ദനെ ഉയർത്തിക്കാട്ടുന്നത് ഗുണകരമാകുമെന്ന വിലയിരുത്തലാണ് രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ കാരണമായത്. ഇതേ ചിന്തയാണ് പ്രധാനമന്ത്രിയും അമിത്ഷാ അടക്കമുള്ള നേതാക്കളും ഇപ്പോഴും പുലർത്തി വരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ വ്യാപക പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയർന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡായ കോക്രോച്ച് ജനതാ പാർട്ടി ഉൾപ്പെടെ പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. യുവാക്കളുടെ വികാരം സർക്കാരിനെതിരെ തിരിയുന്ന സാഹചര്യം മന്ത്രിസഭാ പുനഃസംഘടനയിൽ ചർച്ചയായേക്കും. സംഘടനാ തലത്തിലും BJP അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രഭാരിമാരുടെ കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയിൽ ഏറെ നാളായുള്ള പ്രകാശ് ജാവദേക്കർ മാറിയേക്കും. ഇത് സംബന്ധിച്ച തീരുമാനം വരുന്ന നാളുകളിൽ പ്രതീക്ഷിക്കാം. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.